എൻ്റെ പേര് നൗഷാദ് അലി എന്നാണ്. ഞാൻ കർട്ടൻ, ബ്ലൈൻഡ്, ഹണികോമ്പ് അങ്ങനത്തെ വീടുകൾക്ക് വേണ്ട കർട്ടന് ചെയ്യുന്ന ഷോപ്പാണ് എൻ്റെ ഷോപ്പ്. വരുന്നത് പുലാമന്തോള് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ UP എന്ന സ്ഥലത്താണ്. പുലാമന്തോളിന് ഏകദേശം ഒരു 600-700 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഷോപ്പ് വരുന്നത്. ഞാൻ വീടുകൾക്ക് വേണ്ട എല്ലാ മോഡൽ കർട്ടനുകളും, ബ്ലൈൻഡുകളും, ക്ലോത്ത് കർട്ടനുകളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഉത്തരവാദിത്തോടു കൂടി നല്ല വർക്ക് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മളെ സ്ഥാപനത്തിൽ എല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു മേഖലയ്ക്കാണെന്നല്ലോ നമ്മളിതിൽ എത്തിപ്പെട്ടു. കാരണം ഞാൻ +2 ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് നമ്മളിതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു ഫീൽഡൊന്നും വേണ്ടതിലൊക്കെ നമ്മൾ പുറത്ത് പ്രവാസിയെ നോക്കി. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നി നമ്മൾ സ്വന്തമായിട്ടൊരു കൈത്തൊഴിൽ നല്ലതാണെന്നുള്ള രീതിക്ക് ഞാൻ അവിടെ ക്യാൻസലാക്കിയിട്ട് 2011 ഇവിടെ നാട്ടിലെത്തി. അങ്ങനെ നമ്മളന്ന് പാർട്ട് ടൈമായിട്ട് കുറച്ച് കാലം പാർട്ട് ടൈമായി പോയി. പിന്നെ സ്വന്തമായിട്ട് പിന്നെ നമ്മൾ തുടർത്തി. ഏകദേശം ഈ ഒരു ഫീൽഡിൽ ഒരു 2011 മുതൽ പിന്നെ ഒരു 10-11 വർഷത്തോളം, 15 വർഷത്തിൻ്റെ അടുത്ത് ഏകദേശം ആയി ഫീൽഡിലുണ്ട്. നമ്മളടുത്ത് കർട്ടൻ മേഖല എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പിന്നെ ചില കസ്റ്റമർ പറയും നമുക്ക് റൂം സ്പേസ് നഷ്ടപ്പെടാതെ പിന്നെ വിൻഡോസിൻ്റെ ഉള്ളിലായി ഒതുങ്ങി നിൽക്കണം. അപ്പോൾ അതിനുള്ള ബ്ലൈൻഡുകളാണ് കൂടുതലുള്ളത്. അതിൽ സീബ്ര ബ്ലൈൻഡ് ഉണ്ട്, റോമൻ ബ്ലൈൻഡ് ഉണ്ട്, റോളർ ഉണ്ട്, അങ്ങനെ വെർട്ടിക്കൽ ബ്ലൈൻഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ചില കസ്റ്റമർ പറയും ഈ ലിവിങ്ങിൽ നമുക്ക് ക്ലോത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള മൊത്തം റോമന് അല്ലെങ്കിൽ ബെഡ്റൂമുകൾക്ക് സീബ്ര കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ലിവിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഉഷാറാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഷീർ കൊടുക്കും. അതിന് പുറമെ നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽ ക്ലോത്ത് കൊടുത്തിട്ട് ട്രാക്ക് ചെയ്തിട്ട് നല്ല സിമ്പിളായിട്ട് അവർക്ക് നീങ്ങാൻ രൂപത്തിൽ സോഫക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത രൂപത്തിൽ ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ ബെഡ്റൂമുകളിലൊക്കെ നമുക്ക് അവർക്ക് റൂം സ്പേസ് നഷ്ടപ്പെടരുത്, ആ രൂപത്തിൽ നമ്മൾ ബ്ലൈൻഡ് കയറ്റി കൊടുക്കും. അതവർക്ക് കോസ്റ്റ്ലി കമ്മിയാണ്, എന്നാൽ അവർക്കുള്ള ഒരു ഉപയോഗത്തിന് സുഖമാണ്. അതായത് അവർക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലത്തിൽ ഇയറിൽ ഒരു പ്രാവശ്യമെങ്കിൽ നമ്മൾ ക്ലോത്ത് എടുത്ത് ക്ലീൻ ചെയ്യാനോ അതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ നനഞ്ഞ ക്ലോത്ത് എടുത്ത് തുടച്ച് ക്ലിയർ ആക്കാനും ഈ ബ്ലൈൻഡുകൾ നമുക്ക് സുഖമാണ്. അതാണ് ആൾക്കാർ ഈ കസ്റ്റമേഴ്സ് കൂടുതലായിട്ടും അതിലേക്ക് പോകുന്നത്. നമുക്ക് എല്ലാ ക്ലോത്തും വാഷബിളാണ്. ഈ ബ്ലൈൻഡുകൾ നമ്മൾ ക്ലോത്ത് എടുത്ത് അലക്കണ മാതിരി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ എവിടെയാണോ ഫിറ്റ് ചെയ്തത് ആ ഫിറ്റ് ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ നനഞ്ഞ തുണി എടുത്ത് നനഞ്ഞ ക്ലോത്തിൽ വെള്ളമാക്കിയിട്ട് ജസ്റ്റ് തുടച്ചെടുത്താൽ തന്നെ അത് ക്ലീൻ ആവും. പിന്നെ ക്ലോത്താണ് പിന്നെ നമ്മൾ എടുത്തിട്ട് തന്നെ ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്ത് നല്ല ഷർഫ് ഇട്ടുള്ള വെള്ളത്തിൽ ജസ്റ്റ് മുക്കിയെടുത്ത് നന്നായിട്ട് കഴിച്ച് തന്നെ അത് അഴുക്കുകൾ പോകും. നമ്മൾ ബ്ലൈൻഡ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പല കസ്റ്റമറും ഈ ഒരു ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് റൂം പിന്നെ ക്ലോസ് കിട്ടുന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇരുട്ട് കിട്ടും. അപ്പോൾ അവർക്ക് സുഖമായിട്ട് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് അതെല്ലാം വെളിച്ച് കുറച്ചും പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ്ട് അതും കൂടെ വെളിച്ചം പാസ് ചെയ്യും. എന്നാൽ നമുക്ക് പുറത്തുനിന്നുള്ള വലിയ വലിയ പ്രാണികൾ ഉള്ളിലോട്ട് വരാത്ത രൂപത്തിലുള്ള നെറ്റ് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം വെളിച്ചം കിട്ടാനും നല്ല വായു കിട്ടാനും ഒക്കെ ഈ ഒരു ബ്ലൈൻഡ് ഇതിൽ സാറാണ്. ബിസിനസ് ആപ്ലിക്കേഷൻ കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിപ്രായം. നമ്മളിപ്പോൾ ഒരാൾക്കൊരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളാണ് മറ്റൊരാൾക്ക് അതിൻ്റെ റെഫർ ചെയ്യുന്നത്. കാരണം ആൾക്ക് ആ ഒരു കസ്റ്റമർക്ക് വർക്ക് നന്നാവുകൊണ്ടാണ് ആ കസ്റ്റമർ വീണ്ടും ഒരു കസ്റ്റമറിലേക്ക് നമ്മളെ നമ്പറാണ് നമ്മളെ പിന്നെ ഐഡിയ മൊത്തം അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ പിന്നെ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരു 90% ഈ മറ്റേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത് വർക്ക് ഉഷാറാണ്, കൊടുത്തോളൂ, ഡയറക്റ്റ് കൊടുത്തോളൂ, നോർമൽ പ്രൈസ് ആണ്, കാര്യമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞുള്ള ഇതിലുള്ള അവരെന്നെ കൂടുതൽ റെഫർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പോയി ചെല്ലുക, അവരുടെ മെഷർമെൻറ്റ് എടുക്കുക, കാര്യങ്ങൾ സംസാരിക്കുക, സെലക്ട് ചെയ്യുക പോരാ. നമുക്ക് കൂടെ 4 ആൾക്കാരുണ്ട്. പുറത്ത് വർക്ക് ചെയ്യാൻ ഞങ്ങൾ 3 ആൾ പോവും. ഇവിടെ സ്റ്റേ ചെയ്യാൻ ലേഡി സ്റ്റാഫ് ഉണ്ട്. അതാണ് പറയണത്. അതാണ് നമ്മളല്ല പബ്ലിസിറ്റിൻ്റെ ആൾക്കാർ. നമ്മൾ സാധനം കൊടുത്തിട്ട് ആ കൊടുത്ത ആളുകളാണ് മറ്റുള്ള ആളുകൾക്ക് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് സാറാണെന്നുണ്ടെങ്കിൽ സാർക്ക് സാധനം നന്നായി കിട്ടിയ സാറ് പറയും എന്നോട് പോയിക്കൊന്ന് സാറ് പറയില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ബിസിനസ് ഔട്ട് പബ്ലിസിറ്റി. അവർ മറ്റുള്ള കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല പബ്ലിസിറ്റി. അത് അവിടത്തേക്കാട്ടിലൊന്നും നന്നായി എനിക്ക് തോന്നി. കാരണം അവിടെ
നമുക്ക് ഒന്നാമത് നമ്മളെ ഫാമിലി ഇല്ല, ഒരു റൂം ബിസിനസ് ആ ഒരു ലെവൽക്ക് നിലനിൽക്കണം. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു അതിക്കും നല്ലത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നന്നാവും എന്നുള്ളവർക്ക്. അപ്പോൾ അവിടെ ക്യാൻസലാക്കിയിട്ട് നല്ല കുഴപ്പമില്ലാത്ത ബിസിനസ്സിലായിരുന്നു ഞാൻ അവിടെ. പക്ഷേ ഞാനത് ഒഴിവാക്കി പോകുന്നതാണ്. ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, പിന്നെ വൈഫ്, കുട്ടികൾ എല്ലാവരും. കോമ്പറ്റീഷൻ പൊതുവെ എല്ലാ ഫീൽഡിലും ഉണ്ട്. നമ്മൾ കോമ്പറ്റീഷൻ എന്തോ വെച്ച് ഞാനൊരു BNA മെമ്പറും കൂടിയാണ്. ഞാൻ പട്ടാമ്പി BNA ഫാസ്റ്റ് എന്ന ചാപ്റ്ററിലൊരു അതിലെ കർട്ടൻ ആൻഡ് ബ്ലൈൻഡിലുള്ള കാറ്റഗറിയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വർക്ക് നമുക്ക് വരാറുണ്ട്. അപ്പോൾ BNA കുറിച്ച് വെച്ചാൽ BNA 6 അടിപൊളി, നല്ല ഉഷാറാണ്. നമുക്ക് സപ്പോർട്ടായിട്ട് വർക്ക് ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നല്ല ബിസിനസ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവലില്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർക്ക് നമുക്ക് കഴിയുന്ന രൂപത്തിൽ പരമാവധി നമ്മൾ നല്ല മെറ്റീരിയൽ പ്രൈസ് നോർമലാക്കിയിട്ട് നല്ല മെറ്റീരിയൽ കൊടുക്കുക. നമ്മൾ അതായത് എന്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഒരു മുതലാളിയായിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ ഓണറായിട്ട് ഇതിനിങ്ങനെ കസാല പിടിക്കുക എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് കസ്റ്റമർ പോയി കാണുന്നതും അവിടെ പോയി മെഷർമെൻറ്റ് എടുക്കുന്നതും. പിന്നെ ഇത് ഫൈനലാക്കി പോന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ തന്നെ പോണത്, നമ്മളെ കൂടെ നമ്മൾ ഹെൽപ്പർമാരെ കൂട്ടി പോയിട്ട് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൊടുക്കണ നമ്മൾ മെറ്റീരിയൽ ചാനലാണ്, ട്രാക്ക് ആണെങ്കിൽ ഏത് ബ്ലൈൻഡ് ആണെന്നുണ്ടെങ്കിലും നല്ല ഉഷാറോടെ ഫിറ്റ് കൊടുക്കുക. അവിടെ കൂടുതൽ കാലം നിൽക്കണ രൂപത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടാണ് പോരുക. നമ്മൾ അവിടുത്തെ ഒരു ഇതൊക്കെ പോരില്ല. നമ്മൾ നല്ല എന്താ പറയുക, നല്ലൊരു സ്ട്രോങ്ങിൽ എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ല മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്ത് പോരുക. അങ്ങനെയാണ് നമുക്ക് എത്രത്തോളം നമ്മളെന്ത് പിന്നെ എക്സ്പെൻസ് കുറക്കണ രൂപത്തിൽ നമ്മളിപ്പോൾ പണിക്ക് പോയാലും നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണത്, നമ്മൾ തന്നെ എല്ലാം ചെയ്യണത്. അപ്പോൾ മാക്സിമം എത്രത്തോളം റേറ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുത്തിട്ട് കടാക്കിയിട്ട് പോകും. മാസത്തിലല്ല, അതിങ്ങനെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഒരു 2 മാസം അങ്ങനെ വരുമ്പോൾ പല പുതിയ ഐറ്റംസ് ഇങ്ങനെ ഓരോ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പല ഓരോ സീബ്രയിലാണെന്നുണ്ടെങ്കിലും റോമനാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ റോമനിൽ ഇപ്പോൾ ആദ്യം പണ്ട് കാലത്ത് റോമൻ ക്ലോത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോമൻ ഷീറ്റിലാണ്, റോമൻ ഫാബ്രിക് വരുന്നുണ്ട്, ഫാബ്രിക്കിലാണ് വരുന്നത്. ഫാബ്രിക് പഠിക്കുന്നത് ഇതാണ് റോമൻ ഷീറ്റ്, റോമൻ ഫാബ്രിക്. നല്ല ഇത് വാഷബിളാണ്. ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. നമുക്ക് പല ഇതിൽ ഒരുപാട് പിന്നെ വെറൈറ്റി മോഡലുകളുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ മോഡൽസാണ്, ഒക്കെ ഷീറ്റാണ്. നമുക്ക് വാഷബിളാണ്, തുടച്ചെടുക്കാൻ പറ്റുന്ന ഒരു തരം ഷീറ്റാണിത്. ഇതും വേണ്ട അതിൽ തന്നെയാണ്. നമുക്കുള്ളൂ ഡബിൾ സൈഡ് അങ്ങനെ റോമൻ ഷീറ്റാണ്. നല്ല അടിപൊളി നല്ല ഫാബ്രിക്കുകളാണ്. നല്ല പല കളേഴ്സിൽ ഇപ്പോൾ ഓരോ വീടിൻ്റെ ഇന്ത്യയിലനുസരിച്ചിട്ടുള്ള കളേഴ്സുകളാണ് ഇതിലുള്ളത്. ഏത് മോഡൽ ഇന്ത്യയിലാണോ വീട്ടിലുള്ളത് ആ ഒരു മോഡലിന് സെയിമായി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റോമൻസ് മോഡൽസ്. ഇത് ഒരു പുതിയ ഐറ്റമാണ്. ഇപ്പോൾ അധികം യൂട്യൂബിലൊക്കെ കാണാനായിട്ട് ഹണി കോമ്പ് എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിസ്റ്റമാണ്. നമുക്ക് കർട്ടൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതൊക്കെ മൊത്തമായിട്ട് ആ വിൻഡോസ് മൊത്തം ലോക്ക് ചെയ്ത് ഇപ്പോൾ ഒരെണ്ണം പുറത്തുനിന്നുള്ള വ്യൂ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ലൈറ്റ് കിട്ടണം, നിൽക്കണം കിട്ടണമെന്നുണ്ടെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെളിച്ചവും അതേപോലെ മറ്റുള്ള പ്രാണികൾ നമുക്ക് പുറത്തുനിന്നുള്ളിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണിത്. അപ്പോൾ ഇതിങ്ങനെ പകലൊക്കെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കിട്ടും, അതേപോലെ തന്നെ എയർ കിട്ടും, എയർ പാസിങ് ഉണ്ടാവും. ഇതും നൈറ്റിലൊക്കെ വേണമെങ്കിൽ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ക്ലോസിങ് ആയി. ഇതിൽ തന്നെ ഒരുപാട് അതിൻ്റെ കാറ്റലോഗാണ്. ഒരുപാട് ഇതിൻ്റെ കളർ നമ്മളെ അവിടുത്തെ ഇന്ത്യയിലനുസരിച്ചിട്ടുള്ള മോഡൽസുകളാണ്. അതായത് അവിടെ ഏത് മോഡലാണ് ഏത് കളറാണ് കൊടുക്കേണ്ടത് നോക്കിയിട്ടുള്ള ഇതാണിത്. പിന്നെ അതിൽ വരുന്നൊരു നെറ്റാണ്, വൈറ്റിൽ വരുന്ന നെറ്റ്. ഇത് കുറച്ച് വാട്ടർ പ്രൂഫായിട്ട് വാട്ടർ പ്രൂഫും ഡിഫറൻസ്, ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഏത് അവിടുത്തെ വുഡ് പാനലിങ്ങോ അവിടുത്തെ ഇന്ത്യയിൽ നോക്കിയിട്ട് ആ ഒരു മോഡൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണിത്. ഇത് നമ്മളെ സൈസ് എങ്ങനെയാണോ അതേ രീതിക്ക് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ ഡെമോ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് എത്ര സൈസ് വേണമെങ്കിലും, നമ്മളൊരു 3 കള്ളി വിൻഡോസ്, ഒരു 5 അടി വീതി, ഒരു 4 അടി ഹൈറ്റിലൊക്കെയാണ് 3 കള്ളി വിൻഡോസ് വരിക. അപ്പോൾ നമുക്ക് എത്ര സൈസിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ ഡെമോ ആണ്. നമുക്ക് കസ്റ്റമർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാനും അവരിതിൻ്റെ യൂസിങ് മനസ്സിലാക്കാനുള്ള ഒരു ഡെമോ ആണിത്. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ അതായത് നമ്മളോട് ഇത്ര ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അവർ ആ ടൈമിൽ കൊടുക്കണം. അതേപോലെ നമ്മളെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അവർ കണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈം പറയാം, ആ ടൈമിലേക്ക് ഞങ്ങൾ എത്തും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പലരും പല ഇതിലേക്കാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ ചിലപ്പോൾ വേറെ സൈറ്റിലേക്കാണ്.
അപ്പോൾ അവിടെ നമുക്ക് പോരാൻ പറ്റാത്ത സിറ്റുവേഷനേ കാരണം, എന്നാലും നമ്മളൊരു ടൈം പറയുന്ന ടൈമൊക്കെ നമ്മളവിടെ എത്തും. അത് നമ്മളെ കീപ്പ് ചെയ്യും. നമ്മൾ ആ ടൈമൊക്കെ എത്തി അവരുടെ ആ കംപ്ലയിൻറ്റ് എന്താണോ അത് ക്ലിയർ ആയി കൊടുക്കുക. അതാണ് നമ്മൾ കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരിക. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വരും. ഇപ്പോൾ ഈ നല്ല ഹൈറ്റിലുള്ള ക്ലോത്ത് കർട്ടനൊക്കെ അവർക്ക് ഊരാൻ ബുദ്ധിമുട്ടായി കാരണം. അപ്പോൾ അത് പിന്നെ ഊരണമെങ്കിൽ നമ്മൾ ചെല്ലേണ്ടി വരും. അപ്പോൾ അവർ വിളിക്കുന്ന ടൈമിൽ വരാൻ പറ്റുമോ, അപ്പോൾ നമ്മൾ ചെല്ലുക, അത് ഊരി കൊടുക്കുക, ക്ലിയർ ആക്കുക. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അത് ക്ലിയർ ആക്കി കൊടുക്കുക. ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ ആയുസ്സുള്ളതാണ് ജീവിക്കുക, അതല്ലേ. നമ്മൾ പുതിയൊരു ബിസിനസ്സിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ്രവാസി വന്നിട്ട് ഇവിടെ സെറ്റിലാൻ നിൽക്കുമ്പോൾ അങ്ങനെയാണെന്നുള്ള ഉറപ്പിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരോട് എത്രയും പെട്ടെന്ന് ഏത് മേഖലയ്ക്കാണോ ആ മേഖലയ്ക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങുക. ഇപ്പോൾ ഇന്നലെ വന്ന പ്രവാസിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അന്ന് 2011 വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ ഒരു ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നാളെ ഇതിലേക്ക് നിൽക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത് വെച്ചാൽ ആ ഫീൽഡിലേക്ക് പെട്ടെന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഇതിലേക്ക് ഇറങ്ങുക. അല്ലാതെ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നതാണ് 2 മാസം കഴിയട്ടെ അല്ലെങ്കിൽ 3 മാസം കഴിയട്ടെ എന്ന് പറയുമ്പോൾ ആ ഇരുത്തം നമുക്ക് നമ്മളെ റൂട്ട് മാറ്റും. കാരണം ആലോചനകൾ വരും നമുക്ക്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും തിരിച്ചു പോകാനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കും. സ്ഥാപനത്തിൻ്റെ പേര് റീസെൻറ്റ് പ്ലസ് കർട്ടൻ ഷോപ്പ് ആൻഡ് സോഫ വർക്കേഴ്സ് ആണ്. ഇത് പുലാമന്തോളിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ വരുന്ന UP എന്ന സ്ഥലത്താണ്. അതായത് ഏകദേശം പുലാമന്തോൾ ടൗണിൽ നിന്ന് ഒരു 600 മീറ്റർ 500 മീറ്ററിൻ്റെ മുകളിലായിട്ടുണ്ട്. പെരിന്തൽമണ്ണ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കട്ടുപ്പാറ കഴിഞ്ഞ് നെല്ലുംപടി കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പാണ് UP സെൻറ്റർ.